ഹായ് പുഷ്പ പുഷ്പ 2 ദ റൂൾ സിനിമ നാളെ തിയേറ്റർ റിലീസ് ചെയ്യാണ്. അപ്പോൾ നാളെ തിയേറ്റർ റിലീസ് ചെയ്യുന്നപ്പോൾ ആരൊക്കെ സിനിമ കാണാൻ പോകുന്നുണ്ട്? ഞാൻ പോകുന്നുണ്ട്. രാവിലെ 4 മണിയുടെ ഷോയാണ്. കോഴിക്കോട് അപ്സര തിയേറ്ററിൽ വെച്ചാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയുടെ പ്രതീക്ഷകൾ എന്തൊക്കെയെന്നുള്ളതാണ് ഈ സിനിമയുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. എൻ്റെ ഈ സിനിമയിലെ പ്രതീക്ഷ എന്നുള്ളത് അല്ലു അർജുൻ തന്നെയാണ്. സത്യം പറയുന്നത് അല്ലു അർജുൻ അതൊരു ബ്രാൻഡ് തന്നെയാണ്. പുഷ്പ ഒരു ബ്രാൻഡാണെന്ന് പറയുമ്പോൾ ഒരു ബ്രാൻഡ് തന്നെയാണ്. അത് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ എന്നുള്ളത്. പുഷ്പ 1 കാണാൻ പോയ സമയത്ത് എനിക്കറിയാം, പിന്നെ എനിക്ക് ഫസ്റ്റ് ഷോ കാണാൻ കഴിഞ്ഞില്ല. കാരണം എന്താ വെച്ചാൽ മുക്കത്തിൽ വെച്ചായിരുന്നു. പിന്നെ മുക്ക അവിടെയായിരുന്നു ഫാൻ ഷോ ഉണ്ടായിരുന്നു. രാവിലെ 5 മണിക്കായിരുന്നു തോന്നുന്നു. രാവിലെ ഇവിടുന്ന് പുലർച്ചെ പോയി. അവിടെ എത്തിയ സമയത്ത് കണ്ടന്റ് വന്നിട്ടില്ല, മലയാളം കണ്ടന്റ് വന്നിട്ടില്ല. അന്ന് വന്നിട്ടില്ല, അന്ന് തിരിച്ച് പോരേണ്ടി വന്നു. അന്ന് കാണാൻ പറ്റിയില്ല. അന്ന് ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ നാളെ അതുപോലെ ആവാതിരിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രാർത്ഥന എന്നുള്ളത്. രാവിലെ 4 മണിക്കാണ് ഷോ വരുന്നത്. വീട്ടിൽ നിന്നൊരു 2:45 3 മണിക്കെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങണം. 2:45 വീട്ടിൽ നിന്ന് ഇറങ്ങണം. എന്നാലേ 4 മണിക്കിൻ്റെ ഉള്ളിലായിട്ട് തിയേറ്ററിൽ എത്തുള്ളൂ. അപ്പോൾ കണ്ടന്റ് വരാതിരിക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ടാണ് സിനിമ കാണാൻ പോകുന്നത്. എന്തായാലും നല്ലൊരു മികച്ച അനുഭവം തന്നെയായിരിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് നമ്മുടെ പിന്നെ സമന്തയുടെ ഒരു ഐറ്റം ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു കിടലൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. ആ ഒരു സംഭവമൊക്കെ, അതിൽ പാട്ടുകളും സംഭവങ്ങളൊക്കെ ഒരു ആസ് യൂഷ്വൽ ഒരു പിന്നെ മസാല പടത്തിന് വേണ്ട എല്ലാ ചേരുവകളും കൊടുത്തൊരു സിനിമയായിരുന്നു പുഷ്പ. ആ സിനിമയിൽ നിന്ന് എന്താണ് നമ്മൾ പ്രതീക്ഷിച്ചത് അത് കിട്ടിയെന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷെ അതിലും വലിയൊരു ക്യാൻവാസിലാണ് സെക്കൻഡ് വരുന്നത് എന്നുള്ളതാണ് ഇപ്പം പിന്നെ നമ്മൾ അറിയുന്നത്. സംഭവം ഭയങ്കര ബുക്കിംഗ് കാര്യങ്ങളൊക്കെയാണ്. എന്താ പറയുക, ഒരു പാൻ വേൾഡ് വൈഡ് ആയിട്ട് വലിയ വൈഡ് റിലീസ് തന്നെയാണ് ഈ സിനിമ എന്നുള്ളത്. ഫസ്റ്റ് ഡേ തന്നെ എന്താ പറയുക 100 കോടിക്ക് മുകളിൽ കളക്ഷൻ ഫസ്റ്റ് ഡേ തന്നെ നേടുന്നുള്ളത് ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആർക്കൊക്കെ ഈ സിനിമയ്ക്ക് പ്രതീക്ഷ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ചോദ്യം എന്നുള്ളത്. എനിക്ക് പ്രതീക്ഷ ഉണ്ട്. വലിയ പ്രതീക്ഷ അല്ലെങ്കിലും എന്തായാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നമുക്ക് തിയേറ്ററിൽ ഇരുന്ന് എൻജോയ് ചെയ്യാനുള്ള സംഭവം, ആർത്ത് വിളിക്കാനുള്ള സംഭവം, അതാണ് ഈ സിനിമയ്ക്ക് ഞാൻ വിചാരിക്കുന്ന അതാണ് സംഭവം. ആർത്ത് വിളിക്കാനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ എന്നുള്ളത്. അല്ലു അർജുൻ്റെ അടിപൊളി ഡാൻസ്, രശ്മിക മന്ദാനയുടെ ഡാൻസ് കാര്യങ്ങളൊക്കെ, പിന്നെ ഈ കഴിഞ്ഞ ഫസ്റ്റിൽ പിന്നെ സമന്തയായിരുന്നെങ്കിൽ സെക്കൻഡിൽ ശ്രീലീലയാണ്. ഐറ്റം ഡാൻസ് രാജകുമാരി എന്നൊക്കെ പറയാവുന്ന ശ്രീലീലയാണ്. കിടലൻ ഡാൻസുകളൊക്കെ ഉണ്ടായിട്ട് ഇതിനു മുമ്പേ ഓരോ പിന്നെ എന്താ പറയുക സിംഗിൾസൊക്കെ പുറത്തിറങ്ങി. അതൊക്കെ ഏകദേശം നല്ല നല്ല ഹിറ്റായിട്ടുണ്ട്. പിന്നെയും കേൾക്കുമ്പോൾ ഫീലിങ്സ്, കഴിഞ്ഞ ദിവസം ഫീലിങ്സ് വന്നു. അങ്ങനെ അത് കേൾക്കുന്ന സമയത്ത് പിന്നെയും കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ട് പാട്ടുകളൊക്കെ എന്നുള്ളതാണ്. എന്തായാലും ഒരു ചരിത്രം ചരിത്രം തിരുത്തി കുറിക്കാൻ പുഷ്പ വരുന്നു എന്നുള്ളതാണ്. പിന്നെ വലിയൊരു ഫാക്ടർ എന്നുള്ളത് നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ വില്ലൻ വേഷം എത്രത്തോളം പവറായിരിക്കും എന്നുള്ളത് നമുക്ക് ഇതിൽ കാണാം. ഫസ്റ്റിൽ കുറഞ്ഞ സീനുകളായിരുന്നു, ലാസ്റ്റിൽ വന്ന് പൊളിച്ചടക്കി അങ്ങ് പോയിട്ട് പോകും അങ്ങേര്. അപ്പോൾ സെക്കൻഡിലേക്ക് വരുന്ന സമയത്ത് എന്താവും, എങ്ങനെ അല്ലു അർജുൻ എടുത്തിട്ട് പെരുമാറുമോ, പുഷ്പ എടുത്തിട്ട് പെരുമാറുമോ, അല്ലെങ്കിൽ ഫഹദ് ഫാസിൽ പുഷ്പ കരക്ടറിനെ എടുത്തിട്ട് പെരുമാറുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ക്യാറ്റ് ആൻഡ് മൗസ് എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും കിടിലൻ ഒരു ഓപ്പണിംഗ് തന്നെയായിരിക്കും. ഡിസംബർ മാസം 5-ാം തീയതി ആ ഒരു ഡേറ്റ്, ഡിസംബർ 5 എന്നുള്ള ആ ഒരു തീയതി, ഒരു ഡേറ്റ് ചരിത്രം തിരുത്തി കുറിക്കുന്നതിന് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ പ്രതീക്ഷ എന്തൊക്കെയാണ്? അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. എത്ര കോടി കളക്ഷൻ നേടും? 1000 കോടിയൊക്കെ നേടും? നമ്മുടെ കങ്കുവയ്ക്ക് ഭയങ്കര ഹൈപ്പല്ലായിരുന്നു. 1000 കോടി പോയിട്ട് ഒരു 100-150 കോടിക്ക് പോലും തയ്ക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള വലിയൊരു നിരാശ തന്നെയായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സിനിമ 1000 കോടി 2000 കോടിയൊക്കെ നേടും. ഈ കോടിക്കണക്കൊക്കെ എന്തിനാലേ നമ്മളൊക്കെ സത്യം പറയുകയാണെങ്കിൽ നമ്മളൊക്കെ എൻജോയ് ചെയ്യിക്കുക, നമ്മളെ ആർത്ത് വിളിക്കുക. നമ്മൾ സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ഓക്കെ, നമുക്ക് ആ കൊടുത്ത പൈസക്കുള്ള മുതൽ അതിലുണ്ട് എന്നുള്ളത് നമുക്ക് സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. അങ്ങനെ തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റട്ടെ. എന്തായാലും പുഷ്പ ടീമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ നാളെ രാവിലെ 4 മണിക്ക് അപ്സര തിയേറ്ററിൽ വെച്ചിട്ട് ഈ സിനിമ കാണും.
ഒരു 8 മണി ആ ഒരു സമയത്തൊക്കെ ആകുമ്പോഴേക്കും 4 മണി 5 6 7 7 സിനിമ കഴിയാൻ 8 മണി 8:30 9 മണി 9 മണിക്കുള്ളിലായിട്ട് എൻ്റെ റിവ്യൂ എൻ്റെ സാപ്പ് മീഡിയ മലയാളം ചാനലിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിപ്പോൾ പോസിറ്റീവ് തന്നെ പറയാൻ പോസിറ്റീവ് മാത്രം പറയാൻ ഇടവരുത്തണേ എന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വീഡിയോ. സിനിമയെക്കുറിച്ചുള്ള അതായത് നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും